So that is 1 electron volt is equal to 1 electron volt is equal to 1.6 into 10 raised to minus 19 joule. So this is the conversion. So 3 electron volt എന്ന് പറഞ്ഞാൽ 3 into that much of amount, that is 1.6 into 10 raised to minus 19 joule. So ഇതാണ് ഇതിനെ ഞാൻ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. നമുക്ക് വേണ്ടത് വർക്ക് ഫംഗ്ഷനിൽ നിന്ന് ത്രെഷോൾഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എളുപ്പമാണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എച്ച് ന്യൂ സീറോ ആണ്. സോ ദിസ് ഈസ് ദ വർക്ക് ഫംഗ്ഷന്റെ എനർജിയാണ് 50 ഈക്വൽ ടു എച്ച് ന്യൂ സീറോ. ഇതിൽ നിന്ന് ന്യൂ സീറോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സീറോ ഈക്വൽ ടു 50 ബൈ എച്ച് എന്ന് വരും. ഓക്കെ, 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 into 1.6 into 10 raised to minus 19 divided by h എത്രയാണ്? What is the value of h? 6.626. Yes, h is Planck's constant ആണ്, which is equal to 6.62 അല്ലെങ്കിൽ 6.626. നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുക? 6.626 into 10 raised to minus 34 യൂണിറ്റ് ഓർത്തിക്കുക, ജൂൾ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സോ ആ എമൗണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഒബ്റ്റെയിൻ 6.626 into 10 raised to minus 34. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ചെയ്ത് നോക്കിക്കൊള്ളുക, പിന്നെ ചെയ്ത് നോക്കിയാൽ മതി. സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 7.24 into 10 raised to 14 വരും. നമ്മളിപ്പോൾ SI യൂണിറ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ SI യൂണിറ്റിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? What is the unit of frequency? Hertz. Hertz ആണ്. So capital H, small z. യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് യൂണിറ്റ് നിങ്ങൾക്ക് അവിടെ വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1 മാർക്ക് വരെ മാക്സിമം 1 to 2 മാർക്ക് വരെ കുറയാൻ സാധ്യതയുണ്ട്. 5 മാർക്കിന്റെ പ്രോബ്ലം ആണെങ്കിൽ യൂണിറ്റ് ഇല്ലെങ്കിൽ 4 മാർക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് യൂണിറ്റ് പരമാവധി നിർബന്ധമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, so this is the answer to the first question. അതായത് എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? അത് വർക്ക് ഫംഗ്ഷനിൽ നിന്നാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് മാക്സിമം കൈനറ്റിക് എനർജിയാണ്. ഈ മാക്സിമം എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൈനറ്റിക് എനർജിയാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ രണ്ടാമത്തെ സെക്ഷൻ മാക്സിമം കൈനറ്റിക് എനർജി. അതായത് ഞാൻ ആദ്യം തിയറി പറഞ്ഞു, ഇത് നിങ്ങളുടെ ഒരു മെറ്റൽ സർഫസ് ആണെങ്കിൽ ഇവിടെ വന്ന് റേഡിയേഷൻ വീണ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഫോട്ടോ ഇലക്ട്രോൺസ് ഞാൻ തിയറി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് ഫോട്ടോ ഇലക്ട്രോൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് വിച്ച് ഈസ് എമിറ്റിംഗ് ഫ്രം ദ മെറ്റൽ സർഫസ്. ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, so what is the maximum limit of kinetic energy for photoelectron? അതായത് ഈ ഫോട്ടോ ഇലക്ട്രോണിന് അസ്യൂം ചെയ്യാൻ പറ്റുന്ന മാക്സിമം കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് നമുക്കറിയാവുന്ന ഇക്വേഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് കൈനറ്റിക് എനർജി ആണ്. പക്ഷെ ആ കൈനറ്റിക് എനർജി നമുക്ക് മാക്സിമം വേണ്ടതുകൊണ്ട് നമ്മൾ ഇതിന് മാക്സിമം ലിമിറ്റും കൊടുക്കും. മാക്സിമം ലിമിറ്റ് അതായത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എത്ര എനർജി ഉണ്ടോ അതിനകത്ത് കുറച്ച് എനർജി നിങ്ങളെ വർക്ക് ഫംഗ്ഷൻ കൊടുത്തു. ബാക്കി എത്ര ഉണ്ടോ അത് മുഴുവൻ കൈനറ്റിക് എനർജിക്കാണ് അസ്യൂം ചെയ്യുക. സോ ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി മാക്സ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി മാക്സ് എത്ര വരും? അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി മാക്സ്? സോ കൈനറ്റിക് എനർജി മാക്സ് ഈക്വൽ ടു കൈനറ്റിക് എനർജി മാക്സ് ഈക്വൽ ടു എത്ര വരും? എച്ച് ന്യൂയിൽ നിന്ന് എച്ച് ന്യൂ സീറോ സബ്ട്രാക്ട് ചെയ്യുക. സിമ്പിൾ ആണ്. എച്ച് ന്യൂയിൽ നിന്ന് എച്ച് ന്യൂ സീറോ സബ്ട്രാക്ട് ചെയ്യുക. സോ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ഇനിയാണ് ഇതിനകത്ത് വേറൊരു ഡൗട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ന്യൂ എന്ന് പറയുന്ന വാല്യൂ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ന്യൂ എന്ന് പറയുന്ന വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ നോക്കിയാൽ ന്യൂ എന്ന് പറഞ്ഞാൽ ഏത് റേഡിയേഷൻ ആണോ വന്ന് വീഴുന്നത്. ഓക്കെ, സപ്പോസ് ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. അപ്പൊ ഈ റേഡിയേഷന്റെ ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഈസ് ഗീവൺ. എത്ര തന്നിരിക്കുന്നത്?
ഇൻസ്റ്റെഡ് ഓഫ് ന്യൂ യു ആർ ഗീവൺ ലാംഡ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി അല്ല തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് റേഡിയേഷൻ ഓഫ് ഇൻസിഡന്റ് വേവ് എന്ന് പറഞ്ഞാൽ 3000 ആംസ്ട്രോങ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം 1 ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3000 ഇൻറ്റു 10⁻⁻10 മീറ്റർ ആണ്. നമുക്ക് ഇവിടെ വേണ്ടത് ഫ്രീക്വൻസി ആണ് വേണ്ടത് അല്ലെ? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ അറിയാവോ? കറസ്പോണ്ടിംഗ്ലി വേവ് ലെങ്ത് തന്നാൽ സോ യു ഹാവ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു C by lambda. Okay, where c is the velocity of light ആണ്. Okay, where c is the velocity of light. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഇത് കൊടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂവിന് പകരം c ബൈ ലാംഡ കൊടുത്തു. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ന്യൂ0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറസ്പോണ്ടിംഗ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് തിരിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ വേവ് ലെങ്തിലോട്ട് മാറ്റാം. അത് c ബൈ ലാംഡ 0 പോവാം. പക്ഷെ അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. നമുക്ക് ന്യൂ0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ന്യൂ0 തന്നെ ഇവിടെ കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് hc ബൈ ലാംഡ. വേണമെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി hc ബൈ ലാംഡ മൈനസ് h ന്യൂ0. ഈ h ന്യൂ0 എന്ന് പറയുന്നതാണ് വർക്ക് ഫംഗ്ഷൻ. ഓരോന്നിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ദാറ്റ് ഈസ് 6.6 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ബൈ ലാംഡ. ലാംഡ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ലാംഡയുടെ വാല്യൂ എത്രയാണ്? 3000 ഇൻറ്റു 10⁻⁻10 മൈനസ് h ന്യൂ0 എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ് വർക്ക് ഫംഗ്ഷൻ ഈസ് ഗിവൺ. 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞ വർക്ക് ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 3 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻90. ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഡിവൈഡ് ചെയ്തിട്ട് അടുത്ത രണ്ടാമത്തെ വാല്യൂ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഒബ്റ്റെയിൻ. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ നേരെ ഡയറക്റ്റ് ആൻസർ എഴുതുവാണ്. ഇറ്റ് ഈസ് 1.828. യൂണിറ്റ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് ദിസ് എമൗണ്ട്? നമുക്കിപ്പോ കിട്ടിയ LHS കൈനറ്റിക് എനർജി മാക്സിമം ആണ്. വാട്ട് ഈസ് ദ യൂണിറ്റ്? ജൂൾ ആണ്. ഓക്കെ, ജൂൾ ആണ് നമുക്ക് കിട്ടിയ യൂണിറ്റ്. അപ്പൊ ഒരു നമ്മുടെ ക്വസ്റ്റ്യനിൽ എനർജിയുടെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ ഇറ്റ് ഈസ് ബെറ്റർ ടു റൈറ്റ് ദ യൂണിറ്റ് ആസ് ഇലക്ട്രോൺ വോൾട്ട്. ജൂളിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ക്രെഡിറ്റ് ചെയ്യാൻ കിട്ടും. പക്ഷെ ഇനി ഇലക്ട്രോൺ വോൾട്ടിലാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? 1 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻70. So that will be is equal to 1.14 electron volt എന്ന് കിട്ടും. So this is kinetic energy max. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഹെഡ്സ് എക്സ്പെരിമെന്റ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, സിലബസിലുള്ളതാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലെ ഹെഡ്സ് എക്സ്പെരിമെന്റ്. ഹെഡ്സിന്റെ എക്സ്പെരിമെന്റിന്റെ കേസിൽ 2 ഇലക്ട്രോഡ് ഉണ്ടെന്നായിരിക്കും. ഒരു ഇലക്ട്രോഡ്, ഒരു കാഥോഡ്, ഒരു ആനോഡ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നാണ് ഇലക്ട്രോൺ ഇങ്ങോട്ട് എമിറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഈ പ്ലേറ്റിൽ നിന്നാണ് ഇലക്ട്രോൺ ഇങ്ങോട്ട് എമിറ്റ് ചെയ്യുന്നത്. ഈ പ്ലേറ്റിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കുറച്ച് നെഗറ്റീവിലോട്ട് മാറ്റുമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഐ ആം ഡിക്രീസിങ് ദ പൊട്ടൻഷ്യൽ. അതായത് ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ മാക്സിമം പോസിറ്റീവ് എനർജി ഇരിക്കുന്നു. അപ്പൊ ഇലക്ട്രോൺ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും. പക്ഷെ ഈ പോസിറ്റീവ് ഇലക്ട്രോണിന്റെ ചാർജ് ഞാൻ കുറച്ചു അതിനെ നെഗറ്റീവിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോണും നെഗറ്റീവ് ആണ്, ഈ വരുന്ന ഇലക്ട്രോണും നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ദർ ഇസ് എ maximum negative potential at which the electron completely repels. അതായത് ഈ സർഫസില് ഇലക്ട്രോൺ വരാതെ റിപ്പൽ ചെയ്യപ്പെടുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് നോൺ ആസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. ആ പൊട്ടൻഷ്യലിൽ ഏറ്റവും മോസ്റ്റ് എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വരെ ഈ പ്ലേറ്റിൽ നിന്ന് റിപ്പൽ ചെയ്യപ്പെടും. സോ ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതാണ് അതിന്റെ തിയറി. നിങ്ങൾ ആ തിയറി അറിയില്ലെങ്കിൽ ഒന്ന് റിഫർ ചെയ്ത് നോക്കുക. ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരേണ്ടത് കൈനറ്റിക് എനർജിയാണ്. കാരണം മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസ് വരെ റിപ്പൽ ചെയ്യപ്പെടും. ഓക്കെ,
അപ്പൊ അവിടെ ആദ്യം എഴുതേണ്ട ഇതാണ് കൈനറ്റിക് എനർജി മാക്സ്, മാക്സിമം കൈനറ്റിക് എനർജി. അതുവരെ റിപ്പൽ ചെയ്യപ്പെടുമെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് ഈക്വൽ ടു എന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇൻടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെറ്റർ V0 ആണ്. V0. So that is equal to E into V0. So kinetic energy max equal to E into V0. അതായത് V0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പ്ലേറ്റിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആണ് V. അത് കുറച്ചൊരു മിനിമം പൊട്ടൻഷ്യൽ വന്നു കഴിയുമ്പോൾ മോസ്റ്റ് ഇലക്ട്രോൺ വരെ റിപ്പൽ ചെയ്യും, മോസ്റ്റ് എനർജറ്റിക് ഇലക്ട്രോൺ വരെ റിപ്പൽ ചെയ്യും. അതിനെയാണ് ഞാൻ V0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം V0 ഈക്വൽ ടു കൈനറ്റിക് എനർജി മാക്സിമം ബൈ E. കൈനറ്റിക് എനർജി മാക്സിമം ബൈ E എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി മാക്സിമം തൊട്ട് മുൻപത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ജൂളിലാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ ജൂൾ യൂസ് ചെയ്യാം, ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇലക്ട്രോൺ വോൾട്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ നമ്മൾ നേരത്തെ 1.14 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10⁻⁻90. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരും ഇത് ചെയ്ത് നോക്കുക. സോ യു വിൽ ഒബ്റ്റെയിൻ ദ ആൻസർ ആസ് 1.14 വോൾട്ട് എന്ന് തന്നെ കിട്ടും. അതായത് ഈ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ജൂളിലോട്ട് മാറ്റി ചെയ്യുക എന്നാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 1.14 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.14 into 1.6 into 10⁻⁻90 ഡിവൈഡഡ് ബൈ 1.6 into 10⁻90. അപ്പൊ ഈ രണ്ട് ക്വാണ്ടിറ്റിയും 1.6 ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് ആൻസർ എത്ര വരും? 1.14 വോൾട്ട് എന്ന് തന്നെ കിട്ടും. ഇതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ. ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ 3 കാര്യം നമുക്ക് ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 3 പോയിന്റ്സും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇതിനകത്ത് എന്തെങ്കിലും വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഈ H⁻0 എന്ന് പറയുന്നതാണ് വർക്ക് ഫംഗ്ഷൻ. ഈ കൈനറ്റിക് എനർജി 12 mv² ആണ്. അതിൽ നിന്ന് വേണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ. എനി ഡൗട്ട്? അടുത്ത ക്വസ്റ്റിനോട്ട് പോകാനാണെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ നേരത്തെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നേരത്തെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, ഇതിനു മുമ്പത്തെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യനും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. എന്ന് വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുറച്ചും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചെയ്യാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. ഇൻ എ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് so in a photoelectric effect experiment എന്ന് കൂടെ ചേർത്ത് വെക്കുക. photoelectric effect experiment, the slope of the cutoff
voltage versus slope of cut-off voltage versus incident frequency. Incident frequency of light. Of light graph is found to be 4.2 into 10 raised to minus 15 volt second. Estimate the Planck's constant. Estimates the Planck's constant. ഇത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത് അഡ്വാൻസ്ഡ് പ്രോബ്ലം, സിമ്പിൾ ആണ്. അത് അഡ്വാൻസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രേ ഉള്ളൂ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ ഇഷ്ടംപോലെ ഗ്രാഫ് അതിലൂടെ പഠിച്ചിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷനും അതുപോലെ തന്നെ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഈ കട്ട് ഓഫ് വോൾട്ടേജും ഇൻസിഡന്റ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവർ തന്നിരിക്കുന്നത് ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് തന്നിരിക്കുന്നത്. സ്ലോപ്പിന്റെ ഗ്രാഫ്, ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ദ സ്ലോപ്പ് ഓഫ് ദ കട്ട് ഓഫ് വോൾട്ടേജ് വേഴ്സസ് ഇൻസിഡന്റ് ഫ്രീക്വൻസി. അതായത് ഇൻസിഡന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പൊ എക്സ് ആക്സിസിലും ഇവിടെ കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് വൈ ആക്സിസിലും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ഗ്രാഫ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് നിങ്ങൾക്ക് എപ്പോഴും അറിയാം. സോ ദിസ് ഇസ് ദ സ്ലോപ്പ്. ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് അതിന്റെ എത്രത്തോളം ടാൻ തീറ്റ ആണ് അവിടെ മെഷർ ചെയ്തെടുക്കേണ്ടത്. ദാറ്റ് ഈസ് സ്ലോപ്പ്. സോ യു ഹാവ് ഗീവൺ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ആസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4.2 into 10 raised to minus 15 volt per second എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഇതിൽ നിന്ന് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നിങ്ങൾക്ക് അറിയാം, വാല്യൂ നിങ്ങൾക്ക് അറിയാം, പക്ഷെ അത് മെഷർ ചെയ്ത് നിങ്ങൾ അവിടെ എഴുതി കാണിക്കണം. സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇതിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എച്ച് ന്യൂ, നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ ഇതാണ്. എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ ഈ ഹാഫ് എം വി സ്ക്വയർ എഴുതിയാൽ നമുക്ക് ഇതിലോട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. കാരണം ഇവിടെ തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ ആണ്, എനർജി അല്ല തന്നിരിക്കുന്നത്. ഒരറ്റത്ത് ഫ്രീക്വൻസിയും ഈ ഒരു ആക്സിസിൽ പൊട്ടൻഷ്യലുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ കൈനറ്റിക് എനർജിയെ പൊട്ടൻഷ്യലിലോട്ട് മാറ്റി എഴുതിയേ പറ്റൂ. അതിന് നമ്മൾ കുറച്ചു മുമ്പ് ചെയ്ത ക്വസ്റ്റിന്റെ ആ ഒരു ക്ലൂ ഇവിടെ നമ്മൾ യൂസ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് ഇ ഇൻറ്റു V0, അതായത് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഇ V0 എന്ന് എഴുതി. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഐ ആം റൈറ്റിംഗ് ഇ V0 ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 എന്ന് എഴുതി. ഓക്കെ, ഇങ്ങനെ ഞാൻ എഴുതി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ V0യിലെ ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. സോ ഞാൻ അതിനെ എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുന്നത് ഇ എന്ന് പറയുന്ന RHSൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എച്ച് ബൈ ഇ ന്യൂ മൈനസ് എച്ച് ബൈ ഇ ന്യൂ 0 എന്ന് എഴുതി. ഓക്കെ, ഞാനിത് എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റി എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ നൗ ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു എ സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷന് സെയിം ആയി. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ അറിയാവോ? ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു y is equal to ms plus c.
y is equal to m, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, y is equal to mx plus c ആണ്. അവിടെ m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. m is the slope of the, ആ കർവിന്റെ സ്ലോപ്പ് ആണ് m. c എന്ന് പറഞ്ഞാൽ ഇന്റർസെപ്റ്റ് ആണ്. ഇന്റർസെപ്റ്റ് എന്ന് വെച്ചാൽ ആക്സിസിൽ എവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. എക്സ് ഇന്റർസെപ്റ്റും ഉണ്ട്, വൈ ഇന്റർസെപ്റ്റും ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്കത് എക്സ് ഇന്റർസെപ്റ്റ് ആണ്, എക്സ് ആക്സിലാണ് കട്ട് ചെയ്യുന്നത് അല്ലെ. ഇത്രയും ദൂരം മാറി ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. സോറി, ഇത്ര ദൂരം മാറി ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഇക്വേഷനെ ഈ ഒരു ഫോമിലോട്ട് മാറ്റിയത്. അപ്പൊ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ, അതായത് ഈ y ഈസ് ഈക്വൽ ടു mx പ്ലസ് സിയും നമ്മുടെ v0 ഈസ് ഈക്വൽ ടു h/e ഇൻറ്റു ന്യൂ മൈനസ് h/e ഇൻറ്റു ന്യൂ സീറോ, ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള സിമിലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ ഏത് ടേമാണ്? Comparing these two equations, you will obtain small m is equal to h/e. Okay, small m is equal to h/e ആണ്. ഇതാണ് ഇവിടുത്തെ സ്ലോപ്പ്. ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്, കാരണം h/e എന്ന് പറയുന്ന സ്ലോപ്പ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 4.2. Yes, that is equal to 4.2 into 10 raised to minus 15 is equal to h/e. So that is equal to h/e. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് h കണ്ടുപിടിക്കാൻ ഇനി നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? So you can write h is equal to 4.2 into 10 raised to minus 15 into small e. Small e എത്രയാണ്? 1.6 into 10 raised to minus 19. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളുക. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടണം? 6.6 ആണ്. പക്ഷെ ഒരു ചെറിയ വേരിയേഷൻ കാണും, പക്ഷെ സാരമില്ല, ആ പവർ കറക്റ്റ് ആണെന്ന് നോക്കിക്കോളുക. 6.72 വരും ഇൻറ്റു 10 raised to minus 34. ആ പവർ 10 raised to minus 34 ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ആൻസർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഇത് സാധാരണ ഞാൻ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പ്രോബ്ലം ആണ്. ആ കൺസെപ്റ്റ് അറിയാവുന്നതാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അവിടെ കുറെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കർവ്, ഇന്റൻസിറ്റി കർവ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ആ കർവിൽ നിന്ന് സ്ലോപ്പ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇനി ഇതിനകത്ത് ചോദിക്കാത്തൊരു കാര്യം ഇനിയും സാധ്യതയുള്ളത്, ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം. കാരണം ഈ വാല്യൂ ഓഫ് ഫ്രീക്വൻസി, ഈ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നതായിരിക്കും എന്ത് ത്രെഷോൾഡ് ഫ്രീക്വൻസി. കാരണം ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് റേഡിയേഷൻ കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്? ആ മിനിമം ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ ഇത് സ്ലോപ്പ് ആയതുപോലെ തന്നെ ഈ സി എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് ആയിരിക്കും എന്ത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ക്ലിയർ ആവുന്നുണ്ടോ? Is it clear? Yes, sir. ഓക്കെ. അപ്പൊ അതാണ് എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തത്. ഇതൊന്ന് ആലോചിച്ച് വെക്കുക. ഇത് പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The energy required to question എഴുതിക്കൊള്ളുക. The energy required to remove an electron. Energy required to remove an electron from sodium is 2.5 electron volt.
question ആണ്, does sodium exhibit photoelectric effect from a radiation having wavelength 300 നാനോമീറ്റർ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായാൽ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. തിയറി നന്നായിട്ട് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. 300 ആണ്, 300 നാനോമീറ്റർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം സോഡിയം. ഒരു സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം വേണ്ട എനർജി 2.5 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഡസ് സോഡിയം എക്സിബിറ്റ് ഫോട്ടോ ഇലക്ട്രോണിക് എഫക്ട്. സോഡിയം ഫോട്ടോ ഇലക്ട്രോണിക് എഫക്ട് എക്സിബിറ്റ് ചെയ്യുമോ? എപ്പോഴ്? അതിനോട്ട് വന്ന് വീഴുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത് 300 നാനോമീറ്റർ ആകുമ്പോൾ അത് എക്സിബിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഇത്ര ഉള്ളൂ, ലോജിക്ക് ഇത്ര ഉള്ളൂ. അതിന്റെ എനർജി, അതിന്റെ കറസ്പോണ്ടിങ് അതിന്റെ വർക്ക് ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ ഈസ് ഗീവൺ ആസ് 50 ഈസ് ഗീവൺ ആസ് 2.5 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ മിനിമം ഈ 2.5-നേക്കാട്ടിലും കൂടുതൽ എനർജി ഉള്ള റേഡിയേഷൻ വന്ന് വീണാൽ മാത്രമേ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യത്തുള്ളൂ. അത് നമുക്ക് മനസ്സിലായി. സോ മിനിമം എനർജി റിക്വയർഡ് ഈസ് ഗ്രേറ്റർ ദാൻ 2.5 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ തന്നിരിക്കുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് 300 നാനോമീറ്റർ ആണ്. ഈ 300 നാനോമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കണ്ടുപിടിക്കുക. ആ എനർജി 2.5-നേക്കാളിലും കൂടുതലാണെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. 2.5-നേക്കാളും കുറവാണെങ്കിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യത്തില്ല. അതാണ് കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വർക്ക് ഫംഗ്ഷനേക്കാളും കൂടുതലാണ് എനർജി എങ്കിൽ എമിറ്റ് ചെയ്യും, വർക്ക് ഫംഗ്ഷനേക്കാളും കുറവാണ് എനർജി എങ്കിൽ എമിറ്റ് ചെയ്യത്തില്ല. സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. സംഭവം സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ആർക്കെങ്കിലും പറയാമോ? ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു E is equal to h nu ആണ്. നമുക്കറിയാം Planck's equation. E is equal to h nu, which is equal to h into c by lambda. h into c by lambda. So which is equal to h ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 6.6 into 10 raised to minus 34 into c. C എന്ന് പറഞ്ഞാൽ 3 into 10 raised to 8 meter per second ആണ്. by lambda ഇപ്പം this is given 300-നെ നാനോമീറ്ററിലോട്ട് മാറ്റണം. സോ 300 into 10 raised to minus 19. സോറി, minus 19 അല്ല, നാനോമീറ്റർ എത്ര? 10 raised to minus 9. 300 into 10 raised to minus 9. ഓക്കെ, ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എത്രയാണെന്ന് വെച്ചാൽ യു ആർ ഒബ്റ്റൈൻ ദ ആൻസർ ആസ് എത്ര കിട്ടും? ഇത് ജൂളിലായിരിക്കും കിട്ടുന്നത് അല്ലെ? ഇതിന് നിങ്ങൾക്ക് ജൂളിലായിരിക്കും കിട്ടുന്നത്. ഈ ആൻസർ ജൂളായിരിക്കും. ഈ കിട്ടുന്ന ആൻസറിനെ നിങ്ങൾ 1.6 into 10 raised to minus 19 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് ഇതിലോട്ട് കൺവെർട്ട് ആവും ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ഇതിനെ നിങ്ങൾ 1.6 into 10 raised to minus 19 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4.14 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇനി പറഞ്ഞേ ഡസ് സോഡിയം എക്സിബിറ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഈ 300 അല്ലെങ്കിൽ 300 നാനോമീറ്റർ റേഡിയേഷൻ വന്ന് വീണ് കഴിഞ്ഞാൽ സോഡിയം ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കാണിക്കുമോ ഇല്ലയോ? നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റും. എത്ര ആയിരുന്നു അതിന്റെ വർക്ക് ഫംഗ്ഷൻ? വർക്ക് ഫംഗ്ഷൻ ഈസ് 2.5 ഇലക്ട്രോൺ വോൾട്ട് മതി. പക്ഷെ അതിനേക്കാളും കൂടുതലല്ലേ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് ദ സോഡിയം എക്സിബിറ്റ് എന്നാണ് ഫോട്ടോ ഇലക്ട്രോണിക് എഫക്ട്. മനസ്സിലായോ?
4.14 എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷനേക്കാളും കൂടുതലാണ്, അതുകൊണ്ട് അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സിബിറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ സർ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് സമയ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാനിത് എന്താ പറയേണ്ടത്, റിപ്പീറ്റ് ചെയ്തത് ഒരേ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എക്സാം വരെ ഈ ഗ്രൂപ്പ് ഞാൻ ആക്റ്റീവായിട്ട് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് മുമ്പായിട്ട് എന്ത് പ്രോബ്ലംസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ അത് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ 3 പ്രോബ്ലംസ് ഞാനിപ്പോ എടുത്തത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റും, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും, ത്രെഷോൾഡ് ഫ്രീക്വൻസി, വർക്ക് ഫംഗ്ഷൻ. ഈ 4 കാര്യങ്ങളായിരിക്കും ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 പോയിന്റ്സ്. അത് 4 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെങ്ങനെയാണ് അതിലോട്ട് എത്തിച്ചേരേണ്ടത്, ആ ഗ്രാഫിന്റെ ഇമ്പോർട്ടൻസും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോ ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ, ഞാൻ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. സോ ദാറ്റ് ഈസ് കോംപ്റ്റൺ എഫക്ട്. ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ടോപ്പിക്കിൽ നിന്ന്? Clear ആണ് സർ. So next we are going to discuss some problems from Compton effect. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കോംപ്റ്റൺ എഫക്റ്റും, ഈ 2 എഫക്റ്റും ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ലൈറ്റ് ഹാവ് 2 നേച്ചർ, പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ. സോ the particle nature is actually explained using photoelectric effect and Compton effect. അപ്പോൾ ഇവിടെ നമ്മൾ കോംപ്റ്റൺ എഫക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോംപ്റ്റൺ എഫക്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയാലോ. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ എന്താ അറിയാം, ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോൺ, ഒരു റേഡിയേഷൻ വന്ന് ഇലക്ട്രോണിലോട്ട് ഇൻസിഡന്റ് ചെയ്യുന്നു. ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ നോർമലി വി ആർ യൂസിങ് എക്സ്റേ റേഡിയേഷൻ. ഒരു എക്സ്റേ റേഡിയേഷൻ ആണെന്ന് വിചാരിക്കാം. ഇലക്ട്രോണിൽ വന്ന് വീഴുന്നു. ഇലക്ട്രോണിൽ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല്, ഇതാണ് നേരെയാണ് പോകേണ്ടിരുന്നത്, പക്ഷെ റേഡിയേഷൻ ഈ ഡയറക്ഷനിൽ പോകും, ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ പോകും. മനസ്സിലായോ? അതായത് ഇലക്ട്രോൺ ആദ്യമേ റെസ്റ്റ് ഇരിക്കുകയാണ്. ഓക്കെ, ഇലക്ട്രോൺ ആദ്യമേ റെസ്റ്റ് ഇരിക്കുന്നു. ആ റെസ്റ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ റീകോയിൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. സോ ദിസ് ഈസ് recoiling electron. Recoiling means അത് വേറെ ഡയറക്ഷനിൽ പോകും. recoiling mean. So this is scattered photon എന്ന് പറയും. scattered photon. അത് ആ റേഡിയേഷൻ സ്കാറ്റർ ചെയ്ത് പോകും. ഓക്കെ, എത്ര ഡിഗ്രിയിൽ ഇത് സ്കാറ്റർ ചെയ്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ θ ഡിഗ്രി. മനസ്സിലായത്? ഇവിടെ വന്നിട്ട് നേരെയാണ് പോകേണ്ടിയിരുന്നത്, പക്ഷെ θ ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്തു. സോ ദാറ്റ് ഈസ് θ ഈസ് ദ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ്, അല്ലെങ്കിൽ കോംപ്റ്റൺ സ്കാറ്ററിംഗിന്റെ ആംഗിൾ ആണ് ഈ പറഞ്ഞ θ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. വന്ന് വീഴുന്ന റേഡിയേഷൻ, ആ വരുന്ന റേഡിയേഷനിൽ നിന്ന് എത്രത്തോളം അത് സ്കാറ്റർ ചെയ്ത് പോയി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വന്ന് വീഴുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത് ലാംഡയാണെന്ന് വിചാരിക്കുക. സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ലാംഡ ഡാഷ് ആണെന്ന് വിചാരിക്കുക. വന്ന് വീഴുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത് ലാംഡ, സ്കാറ്റർ ചെയ്ത് പോകുന്നതിന്റെ വേവ് ലെങ്ത് ലാംഡ ഡാഷ്. അങ്ങനെയാണെങ്കിൽ കോംപ്റ്റൺ സ്കാറ്ററിംഗ് ഡിസ്കസ് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. So that is equal to lambda dash minus lambda is equal to, അതായത് ഷിഫ്റ്റിന്റെ വേവ് ലെങ്ത് ആണ്. അതായത് വന്ന് വീഴുന്ന റേഡിയേഷന്റെയും സ്കാറ്റർ ചെയ്ത റേഡിയേഷന്റെയും വേവ് ലെങ്തിന് വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും വ്യത്യാസം വരും. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഇലക്ട്രോൺ റെസ്റ്റ് ഇരിക്കുകയാണ്. ഈ റെസ്റ്റ് ഇരിക്കുന്ന ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ എനർജി കൊടുക്കുന്ന ആരാണ്? ഈ ലാംഡയാണ്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് എനർജി ഇത് അബ്സോർബ് ചെയ്യുമ്പോൾ വേവ് ലെങ്തിന് സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാവും. ഓക്കെ, so that is lambda dash minus lambda is equal to, ഇക്വേഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഇതിന്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ സിലബസിലുള്ളതാണ്, നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ. h/mc into 1 minus cos theta. സിമ്പിൾ ഇക്വേഷൻ. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m മാസ് ഓഫ് ഇലക്ട്രോൺ, c വെലോസിറ്റി ഓഫ് ലൈറ്റ്, theta is the angle of scattering. അത് ഞാൻ വ്യക്തമായിട്ട് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് theta. മനസ്സിലായോ? ഇതിപ്പം സ്ട്രെയിറ്റ് ലൈനിൽ അങ്ങ് സ്കാറ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 ആവും. തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ നോക്കണം, cos 0 1 ആവും.
cos 1 ആയ 1 മൈനസ് 1 0. അപ്പം there is no commutative scattering. അതാണ് ഇമ്പോർട്ടൻസ്. കൊളൈഡ് ചെയ്തിട്ട് നേരെ ഡയറക്ഷൻ തന്നെ പോവുകയാണെങ്കിൽ there is no scattering. അപ്പോൾ commutative scattering ഇല്ല എന്ന് തന്നെ പറയാം. Okay, so this is lambda dash minus lambda is equal to h by mc into 1 minus cos theta. Okay, ഈ h by mc എന്ന് പറയുന്ന ടേമിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് കോംപ്റ്റന്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. കോംപ്റ്റന്റ് ഷിഫ്റ്റ്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ തിയറി. So Compton's effect is actually related with the recoiling of electron when an radiation incident on the electron. ആ ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഈ ഫിഗറും ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും ഇതിന് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ തിയറി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു 1-2 പ്രോബ്ലംസും കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, കോംപ്റ്റന്റ് എഫക്റ്റ് എന്നുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. So first problem from Compton effect. എഴുതിക്കോളുക. X-rays of, ഇത് സിമ്പിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ പ്രോബ്ലം. X-rays of wavelength 20 picometer, 20 pm, picometer ആണ് pm, are scattered. അപ്പൊ ഞാൻ പറഞ്ഞ തിയറി ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്തോളുക. are scattered from a target. From a target. Question ആണ്, what is the wavelength of X-rays scattered through 45 ഡിഗ്രി, 45 ഡിഗ്രിയില് സ്കാറ്റർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ എക്സ്റേയുടെ വേവ് ലെങ്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്, വ്യക്തമാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇക്വേഷൻ ഞാൻ ആദ്യം തന്നെ എഴുതുവാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഏക ഇക്വേഷൻ ഇതാണ്. ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു h by mc into 1 minus cos theta. ഇതാണ് ഇക്വേഷൻ. ഇത് എക്സ്റേ ഓഫ് വേവ് ലെങ്ത് 20 പൈക്കോമീറ്റർ. അപ്പം വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ലാംഡ ആണോ തന്നിരിക്കുന്നത്, ലാംഡ ഡാഷ് ആണോ തന്നിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാവോ? ഇതാണ് ഇലക്ട്രോൺ, ഇവിടെ വന്ന് വീഴുന്നു, ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകുന്നു. ഇതാണ് കേസ്. ഈ വന്ന് വീഴുന്നതാണ് ലാംഡ, സ്കാറ്റർ ചെയ്ത് പോകുന്നതാണ് ലാംഡ ഡാഷ്. തന്നിരിക്കുന്ന അപ്പൊ ഏതാണ്? ലാംഡയാണ്. ഗിവൺ വേവ് ലെങ്ത് ലാംഡയാണ്. ലാംഡ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, 20 പൈക്കോമീറ്റർ ആണ്. 1 പൈക്കോമീറ്റർ എത്ര ആർക്കെങ്കിലും അറിയാവോ? ഓർത്തിരിക്കണം, 1 പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻12 ആട്ടോ. അപ്പൊ 20 × 10⁻12 മീറ്റർ. സോ ദിസ് ഈസ് പൈക്കോമീറ്റർ. ഓക്കെ, 1 പൈക്കോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻12 ആണ്. സോ 20 × 10⁻12 മീറ്റർ. ഇനി ഇതാണ് ലാംഡ. ഇനി തീറ്റ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി എന്താണ്, എളുപ്പമല്ലേ? വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോണിന്റെ കേസിൽ h/mc എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ, അത് കോൺസ്റ്റന്റ് ആണ്. അത് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് എക്സാമിന് സോൾവ് ചെയ്യാൻ പറ്റും. h/mc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം, കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഒരു പ്രാവശ്യം കണ്ടുപിടിച്ചത് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. So that is 6.6 into 10⁻⁻34 divided by mass of electron എത്ര? mass of electron എത്ര? 9.1 into 10⁻31 കിലോഗ്രാം ആണ്. C എന്ന് പറഞ്ഞാൽ 3 into
10⁻⁸ ആണ്. So this is equal to ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇത് ഓർത്ത് വെക്കുക. കോമ്പറ്റന്റ് ഷിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺ 2.42 into 10⁻⁻12 മീറ്റർ ആണ്. ഇത് അറിയാമെങ്കിൽ ഇത് നിങ്ങൾ ഇത് കണ്ടുപിടിച്ച് നേരത്തെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് വേണ്ടത് ഏതാണ്? ലാംഡ ഡാഷ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ ലാംഡ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് h/mc into 1 - cos θ ആണ്. ഇപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലാംഡ? ലാംഡ ഇസ് ഈക്വൽ ടു 20 into ഇപ്പൊ കണ്ടുപിടിച്ചു 20 into 10⁻⁻12 പ്ലസ് h/mc ഇപ്പൊ ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് ഈക്വൽ ടു 2.42 into 10⁻⁻12 into 1 - cos θ ആണ്. cos θ എന്ന് പറഞ്ഞാൽ cos 45 ആണ്. എത്ര? വാട്ട് ഈസ് cos 45 എത്രയാണ്? 1/√2. 1/√2 എന്ന് പറഞ്ഞാൽ ഏകദേശം 0.707 വരും. ബാക്കി ഇത് ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. സോ യു വിൽ ഒബ്റ്റെയിൻ ദ വാല്യൂ ആസ് 20.71 20.71. നമുക്ക് തന്നിരിക്കുന്ന വേവ് ലെങ്ത് പൈക്കോമീറ്റർ ആയതുകൊണ്ട് നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത് പൈക്കോമീറ്റർ തന്നെ കൊടുക്കുക. ദാറ്റ് ഈസ് 20.71 into 10⁻⁻12 എന്നായിരിക്കും കിട്ടുന്നത്. നമ്മൾ അതിനെ 20.71 പൈക്കോമീറ്റർ എന്ന് നമ്മൾ എഴുതും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് പൈക്കോമീറ്റർ നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ മീറ്റർ തന്നെയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ തന്നിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. അപ്പൊ ഇത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് മാത്രമേ സാധാരണ കേസിൽ നമുക്ക് കോമ്പറ്റന്റ് എഫക്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാം വേണമെങ്കിൽ കോമ്പറ്റന്റ് എഫക്റ്റിനകത്ത്. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ. ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കൊടുത്തുകൊള്ളുക. A 100 mega electron volt MeV photon collides with a proton at rest. Okay. അതായത് ഒരു 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഫോട്ടോൺ വന്നിട്ട് ഒരു പ്രോട്ടോണിൽ ഇടിച്ചു. നിങ്ങളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റില് ഇലക്ട്രോൺ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അവിടെ പ്രോട്ടോൺ ആയാലും മതി കേട്ടോ. അത് ഓർത്തിരിക്കണം. നമ്മൾ തിയറി പഠിക്കുമ്പോഴാണ് നമ്മൾ ഇലക്ട്രോൺ വെച്ച് പഠിക്കുന്നത്. പക്ഷെ അതൊരു പ്രോട്ടോൺ ആണെങ്കിലും ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കും. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ energy loss of ഫോട്ടോൺ ഉണ്ടാകുന്ന എനർജി ലോസ്. അതായത് ഞാൻ പറഞ്ഞത് സ്കാറ്ററിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ കേസിലാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എനർജി മൊമെന്റവും കൺസേർട്ട് ആണ്. അപ്പൊ ഇവിടെ ഫോട്ടോൺ വന്നു, ഒരു പ്രോട്ടോൺ ഇങ്ങനെ ഇരിക്കും. ഇതാണ് പ്രോട്ടോൺ വിചാരിക്കുക. സോ ദിസ് ഇസ് പ്രോട്ടോൺ. പ്രോട്ടോണിലോട്ട് ഒരു ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഈ ഫോട്ടോണിന്റെ എനർജി അവർ തന്നിട്ടുണ്ട് 100 MeV ആണ്. ഇങ്ങനെ വന്ന് എനർജി ചെയ്യുമ്പോൾ ഫോട്ടോൺ ഒരു സ്ഥലത്തോട്ട് തെറിച്ചു പോകും, ഇങ്ങനെ റീകോൾ ചെയ്ത് പോകും. ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും ഇത് തെറിച്ചു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഫോട്ടോണിനുണ്ടാകുന്ന എനർജി ലോസ്, അതായത് ഈ വന്ന് വീഴുന്ന ഫോട്ടോൺ ഈ പ്രോട്ടോണിലോട്ട് കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോട്ടോൺ സ്കാറ്റർ ചെയ്ത് പോകും. So what will be the loss of energy for this photon? അതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മളെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം പോസിബിൾ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്, ഏറ്റവും മാക്സിമം. അപ്പൊ മാക്സിമം പോസിബിൾ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം സ്കാറ്ററിംഗ് ഉണ്ടായിട്ട് അസ്യൂം ചെയ്യണം. മാക്സിമം സ്കാറ്ററിംഗ് ഉണ്ടാകുമ്പോൾ എത്രയാണ് എനർജി, ഏതാണ് തീറ്റ എന്ന് ആർക്കെങ്കിലും പറയാമോ?
അതായത് മാക്സിമം എനർജി ലോസ്, നിങ്ങൾ ഓർത്തിരിക്കണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കണം. മാക്സിമം എനർജി ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ വന്ന് വീഴുന്ന ഫോട്ടോൺ ഇതേ ഡയറക്ഷനിൽ തന്നെ തിരിച്ചു പോരും. ഇവിടെ വന്ന് ഇടിച്ചിട്ട് തിരിച്ച് ഇതേപോലെ തന്നെ പോരും. സോ ദ ആംഗിൾ വിൽ ബി എത്ര ആയിരിക്കും? 180 ഡിഗ്രി. ഓർത്തിരിക്കുക, അതാണ് ഓർത്തിരിക്കേണ്ടത്. അതായത് the maximum energy loss happens when incident photon bounce back. Incident photon bounce back ചെയ്യുമ്പോഴാണ് മാക്സിമം എനർജി ലോസ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓർത്തിരിക്കണം കേട്ടോ. മാക്സിമം എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓൺ ഹെഡ് കൊളീഷൻ ആണ്. നേരിട്ട് വന്ന് ഇടിക്കണം, ബൗൺസ് ബാക്ക് ചെയ്യണം. സോ ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇക്വേഷൻ ഒന്നും മാറ്റമില്ല. ലാംഡ ഡാഷ് ഈക്വൽ ടു, അല്ലെങ്കിൽ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് h ബൈ എം സി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് h ബൈ എം സി 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 180 ആണ്. കാരണം മാക്സിമം എനർജി ലോസ് ഹാപ്പൻസ് ഫ്രം when theta equal to 180. ആർക്കെങ്കിലും പറയാമോ cos 180 എത്രയാണ്? cos 180 മൈനസ് 1 ആണ്. cos 180 മൈനസ് 1 ആയതുകൊണ്ട് ഈ h ബൈ എം സി എന്ന് പറയുന്നത് ഇത് 1 മൈനസ് മൈനസ് 1 വരും അല്ലെ? എത്ര വരും? ഇത് 1 മൈനസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1. അപ്പൊ എത്ര വരും? അത് 2. ഇക്വേഷൻ 2h ബൈ എം സി എന്നാവും. 2h ബൈ എം സി. സോ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു lambda plus 2h by mc. lambda dash equal to lambda plus 2h by mc എന്ന് വരും. ഓക്കെ, ഇത് നമ്മുടെ ഇക്വേഷൻ ആണ്, നമ്മളിപ്പോ കിട്ടിയ ഇക്വേഷൻ ആണ്. സോ വി ആർ ഗിവൺ ദ ഇക്വേഷൻ നമ്പർ as 1. നമ്മൾ 1 എന്ന ഇക്വേഷൻ കൊടുത്തു വെച്ചു. ഇനി എനർജി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, വന്ന് വീഴുന്ന ഫോട്ടോണിന്റെ എനർജി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു, ഒരു മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. മെഗാ മീൻസ് 10⁻⁶. ഓക്കെ, ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ടിനെ ജൂൾ ആക്കണമെങ്കിൽ 1.6 ഇൻറ്റു 10⁻⁻90. സോ ദിസ് എമൗണ്ട് ഓഫ് ജൂൾ. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇത് സംശയമുണ്ടോ? ജൂളിലോട്ട് മാറ്റി മനസ്സിലായോ? 100 MeV എങ്ങനെ ജൂളിലോട്ട് മാറ്റിയെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എനർജി ലോസ് ആണ്. എനർജി ലോസ് കണ്ടുപിടിക്കണമെങ്കിൽ സ്കാറ്റർ ചെയ്ത ഫോട്ടോണിന്റെ വേവ് ലെങ്തോ ഫ്രീക്വൻസിയോ അറിഞ്ഞാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ ലാംഡ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ലാംഡ അല്ലെങ്കിൽ ലാംഡ ഡാഷ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ലാംഡ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഏതാണ് ഇക്വേഷൻ? ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ ഇതാണ്. V is equal to h nu ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു h ഇൻറ്റു c ബൈ ലാംഡ. ഓക്കെ, സോ ഇതിൽ നിന്ന് ലാംഡ ഈസ് ഈക്വൽ ടു hc ബൈ e എന്ന് എഴുതാൻ പറ്റും. hc ബൈ e. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ലാംഡ എന്ന് കണ്ടുപിടിക്കാവോ ആർക്കെങ്കിലും? സോ ദിസ് ഈസ് ഈക്വൽ ടു hന്റെ വാല്യൂ അറിയാം, 6.6 ഇൻറ്റു 10⁻⁻34. സിയുടെ വാല്യൂ അറിയാം, 3 ഇൻറ്റു 10⁸8 ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ എത്രയാണ്? ഇയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ കുറച്ചും എഴുതി വെച്ചു, 100 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19. ശരിയല്ലേ? ശരിയാണോ? അപ്പൊ എത്ര കിട്ടും? അപ്പൊ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1.242 ഇൻറ്റു 10⁻⁻14 മീറ്റർ എന്നാണ് ലാംഡയുടെ വാല്യൂ കിട്ടാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ലാംഡ കിട്ടി. ഇപ്പൊ ലാംഡ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ 1ൽ ലാംഡ കിട്ടി. ഇനി ഏതാ വേണ്ടത്? ഇനി കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? 2h ബൈ mc. അപ്പൊ ഇപ്പൊ ലാംഡ കിട്ടിയത് കൊണ്ട് ഇതിന് ഞാൻ ഇപ്പൊ ലാംഡയുടെ വാല്യൂ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി എനിക്ക് അടുത്തത് വേണ്ടത് 2h ബൈ mc ആണ്. അത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 2h ബൈ mc. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 6.6 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ് ഓഫ്, എന്താ ഇവിടെ കൊടുക്കേണ്ടത്? മാസ് ഓഫ് എന്താ കൊടുക്കണ്ടേ?
Mass of Proton. proton. Yes, mass of proton is approximately equal to 1.67 into 10 raised to minus 27. Okay. Into C എന്ന് പറഞ്ഞാൽ 3 into 10 raised to 8 meter per second ആണ്. So this is equal to 0.266 into 10 raised to minus 14 meter തന്നെ കിട്ടും. Okay. So this is equation 3. ഇനി എന്ത് ചെയ്യണം? 2 ഉം 3 ഉം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So 2 and 3 in 1. 2 ഉം 3 ഉം എടുത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1ന്റെ LHS എന്താന്ന് നോക്കിക്കോണം. 1ന്റെ LHS എന്താണ്? Lambda dash. അപ്പൊ ലാംഡ ഡാഷ് ആണ്. സോ ലാംഡ ഡാഷ് എന്ന് പറയുന്നത് 2 ഉം 3 ഉം കൂടെ ആഡ് ചെയ്താൽ മതി. സോ 2 ഉം 3 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണത് 1.511 into 10 raised to minus 14 മീറ്റർ എന്ന് കിട്ടും ലാംഡ ഡാഷ്. നമ്മുടെ ആൻസർ ആയോ? അതായത് ഇപ്പോഴും നിങ്ങൾ കാര്യം ഞാൻ വീണ്ടും തിയറി പറയുകയാണ്. ഈ വന്ന് വീഴുന്ന ആളുടെ ലാംഡ ഉണ്ട്, ഇത് സ്കാറ്റർ ചെയ്ത് പോയപ്പോൾ കിട്ടിയതാണ് ലാംഡ ഡാഷ്. ഇപ്പൊ ലാംഡയും അറിയാം, ലാംഡ ഡാഷും അറിയാം. അങ്ങനെയാണെങ്കിൽ എനർജി ലോസ് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി? അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എനർജി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇനി എനർജി ലോസ് ആണ് നമുക്ക് ചോദ്യം. സോ എനർജി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സോ ദിസ് ഈസ് ഈക്വൽ ടു എനർജി ലോസ് ഇ. എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഇ ഇൻസിഡന്റ് മൈനസ് ഇ സ്കാറ്റേഡ്. വന്ന് വീഴുന്ന ആളുടെ എനർജിയാണ് ഇ ഇൻസിഡന്റ്, സ്കാറ്റർ ചെയ്ത ആളുടെ ആണ് ഇ സ്കാറ്റേഡ്. അതിന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ്. ഓക്കെ, എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു സി ബൈ ലാംഡ മൈനസ് എച്ച് ഇൻറ്റു സി ബൈ ലാംഡ ഡാഷ്. ഓക്കെ, എച്ച് ഇൻറ്റു സി ബൈ എച്ച് സി കോമൺ എടുക്കുക. That is equal to 1 by lambda minus 1 by lambda dash. ഇനി അത് എല്ലാ വാല്യൂ അറിയാമല്ലേ? എല്ലാ വാല്യൂ അറിയത്തില്ലേ? എച്ചിന്റെ വാല്യൂ അറിയാം, എച്ചിന്റെ വാല്യൂ അറിയാം, സിയുടെ വാല്യൂ അറിയാം, ലാംഡ കണ്ടുപിടിച്ചു. സോറി, ലാംഡ തന്നിട്ടുണ്ട്, ലാംഡ ഡാഷ് കണ്ടുപിടിച്ചു. അപ്പൊ എല്ലാ വാല്യൂസും നമുക്കറിയാം. അതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ശരിയല്ലേ? അതായത് ലാംഡ ഡാഷ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇക്വേഷൻ 4 ആണ്. ഇപ്പൊ ഇത് ഞാൻ നമ്പർ 4 എന്ന് കൊടുത്താൽ ഇക്വേഷൻ 4ൽ നിന്ന് ലാംഡ ഡാഷ് കിട്ടി. നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇക്വേഷൻ 2ൽ നമ്മൾ ലാംഡയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജി ലോസ് കിട്ടും. മനസ്സിലായോ? എനർജി ലോസ് ചെയ്ത് നോക്കുക. ഏകദേശം കിട്ടാൻ പോണ വാല്യൂ ഞാൻ നോട്ട് ചെയ്ത് തരാം. 2.842 into 10 raised to minus 12 ജൂൾ എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇതും ഒന്ന് നോക്കിക്കോളൂ. ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് പ്രോബ്ലംസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇതിനകത്ത് വലിയ തിയറികളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മുടെ സിലബസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് കോംപ്റ്റൻ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷനിൽ നിന്ന് തന്നെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതൊന്നും നിങ്ങൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക ആ കൺസെപ്റ്റ്. ഇനി മൂന്നാമത് ഞാൻ ഡിസ്കസ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു 11:30 വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഇപ്പൊ ഒരു 2-3 പ്രോബ്ലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ സെക്ഷൻ. ഇനി 2 സെക്ഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആണ്. ഇതും സാധാരണ ചോദിക്കുക. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയും. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. So that is de Broglie wavelength എന്ന് പറയും. de Broglie ഇതും ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ഇതാണ്. അസോസിയേറ്റഡ് വിത്ത് എവരി പാർട്ടിക്കിൾ. ഇതൊരു പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. ഈ പാർട്ടിക്കിളിനോട് അസോസിയേറ്റ് ചെയ്ത് എന്തും എക്സിസ്റ്റ് ചെയ്യും എന്നാ പറയുന്നത്. അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ there exist a കേൾക്കുന്നുണ്ടോ?
ഹലോ. particle and wavelength. Associated with the particle there is a wave. ആ വേവ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ വേവിന്റെ വേവ് ലെങ്ത് ആണ് ലാംഡ is defined as h/p എന്ന് പറയും. So this lambda is known as de Broglie wavelength. So what is de Broglie wavelength എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ de Broglie wavelength is the wavelength associated with a matter അല്ലെങ്കിൽ wavelength associated with a particle. അതാണ് de Broglie wavelength. ലൂയി de Broglie എന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് de Broglie wavelength എന്ന് വിളിക്കുന്നത്. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, p എന്ന് പറഞ്ഞാൽ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. അപ്പൊ ലാംഡയ്ക്ക് ഒരു ഇക്വേഷൻ ആണിത്, ലാംഡ ഇസ് ഈക്വൽ ടു h/p. ഇനി ഈ മൊമെന്റത്തിനെ തന്നെ പല രീതിയിൽ എഴുതാൻ പറ്റും. നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ E ആണ്. E is equal to p²/2m എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ മൊമെന്റം, m എന്ന് പറഞ്ഞാൽ മാസ്. സോ ഇതിൽ നിന്ന് p² is equal to 2m into E എന്നൊരു ഇക്വേഷൻ നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതിനെ നിങ്ങൾക്ക് p is equal to എങ്ങനെ എഴുതാം? √2mv എന്ന് എഴുതാം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ തന്നെ ലാംഡയെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? ലാംഡ is equal to h/√2m into E. ഇത് തന്നെ ഈ h/p തന്നെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. ലാംഡ is equal to h/√2mv. ഇനി വേറൊരു ടൈപ്പ്, അതായത് എനർജി എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിൽ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ കൈനറ്റിക് എനർജി മാസ് E into V. എനർജി ഈസ് ഈക്വൽ ടു സ്മോൾ e into V എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പിക്ക് വേറൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. P is equal to √2me എന്ന് പറയുന്നത് എനിക്ക് റീറൈറ്റ് ചെയ്യാം √2m into സ്മോൾ e into ക്യാപിറ്റൽ V. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു h/√2m into E into V. ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസിനെ ചോദിക്കത്തുള്ളൂ. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. de Broglie വേവ്ലെങ്തിൽ ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. പക്ഷെ p എന്ന് പറയുന്ന മൊമെന്റത്തിനെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാം, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് √2m into എനർജി. ഈ ക്യാപിറ്റൽ E എന്ന് പറഞ്ഞ എനർജിയാണ്, അത് വെറും എനർജി അല്ല, കൈനറ്റിക് എനർജിയാണ്. നോട്ട് ചെയ്യുക, E is the kinetic energy. ഈ E തന്നെ വോൾട്ടിന്റെ രീതിയിൽ, ഇലക്ട്രോൺ വോൾട്ടിന്റെ രീതിയിൽ മാറ്റി എഴുതുമ്പോൾ സ്മോൾ e into ക്യാപിറ്റൽ V കൊടുക്കാം. സോ ദീസ് ആർ ദ 3 ഇക്വേഷൻസ് ഫോർ മാറ്റർ വേവ് അല്ലെങ്കിൽ de Broglie wavelength. ഈ 3 ഇക്വേഷൻസ് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. പക്ഷെ അത് ഏത് ഇക്വേഷൻ എവിടെ യൂസ് ചെയ്യണം എന്ന് പ്രോബ്ലംസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. വാട്ട് ഈസ് ദ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സിമ്പിൾ ആണ്. വാട്ട് ഈസ് ദ എനർജി ഓഫ് എ ഗാമ റേ? What is the energy of a gamma ray photon? Having wavelength of 1 angstrom. 1 angstrom. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് സോൾവ് എടുക്കാനേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. What is the energy of a gamma ray photon having wavelength 1 angstrom? അപ്പോൾ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ആ വേവ് ലെങ്ത് തന്നിരിക്കുന്ന ആളുടെ എനർജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലാംഡ ഈസ് ഈക്വൽ ടു 1 ആംസ്ട്രോങ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ. ഇതാണ് 1 ആംസ്ട്രോങ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എനർജി കണ്ടുപിടിക്കണം. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ റേയുടെ എനർജി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം ഗാമ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും എനർജി റിലേറ്റിവിസ്റ്റിക് എനർജിയാണ്.
നിങ്ങൾ റിലേറ്റിവിറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലൈറ്റിന്റെ വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന എല്ലാ ബോഡീസിനും അല്ലെങ്കിൽ എല്ലാ റേഡിയേഷനും നമ്മൾ റിലേറ്റിവിസ്റ്റിക് എനർജിയാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, ഈ റിലേറ്റിവിസ്റ്റിക് എനർജി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങൾ പഠിച്ചോളൂ. അത് അടുത്തത് ഈ സെമസ്റ്ററിലാണ്, 6th സെമസ്റ്റർ പഠിക്കുന്നത്. E square is equal to P square C square plus N square C raised to 4. ഇതാണ് ശരിക്കും റിലേറ്റിവിസ്റ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇവിടെ P എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്, C വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, M റെസ്റ്റ് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. സോറി, റെസ്റ്റ് മാസ് ഓഫ് ഏതാണോ പാർട്ടിക്കിൾ അതിന്റെ റെസ്റ്റ് മാസ് ആണ്. ഇത് C വീണ്ടും വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പം ഇതാണ് ജനറൽ ഇക്വേഷൻ. മൊമെന്റം ആണ് P, M റെസ്റ്റ് മാസ് ആണ്. ഇവിടുത്തെ റേഡിയേഷൻ ഗാമ റേഡിയേഷൻ ആണ് അല്ലെ. ഗാമ റേഡിയേഷന്റെ കേസിൽ റെസ്റ്റ് മാസ് 0 ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ കേസിലെല്ലാം റെസ്റ്റ് മാസ് 0 ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. അങ്ങനെ ആണെങ്കിൽ M 0 ആവുമ്പോൾ എങ്ങനെ വരും? E square is equal to എന്ത് വരും? E square is equal to P square C square. അല്ലെങ്കിൽ എന്ത് എഴുതാം? E is equal to PC എന്ന് എഴുതാം, മൊമെന്റം ഇൻറ്റു C. അപ്പൊ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓർത്തിരിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. E is equal to, ഇത് എങ്ങനെ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, E equal to P into C. അപ്പൊ ഇങ്ങനെ വേണം ഈ ഗാമ റേഡിയേഷന്റെ എനർജി കണ്ടുപിടിക്കാൻ. പക്ഷേ ഇപ്പൊ ഇവിടെ P നമുക്ക് അറിയത്തില്ല. P കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ലാംഡ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ലാംഡ ഇസ് ഈക്വൽ ടു ഡി ബ്രോഡി വേവ് ലെങ്ത് ആണ്, H/P എന്ന് കൊടുക്കും. ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? P ഇസ് ഈക്വൽ ടു H/λ എന്ന് കൊടുക്കും. അപ്പൊ എളുപ്പം നമുക്ക് P കിട്ടും. P is equal to 6.6 into 10 raised to minus 34 divided by എത്ര വരും? ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 10 raised to minus 10. 10 raised to minus 10. So this is equal to എത്ര കിട്ടും? കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. So you will obtain this as 6. കാൽക്കുലേറ്റർ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം പവർ മാത്രമേ ഉള്ളൂ. 6.6 into 10 raised to minus 24 വരും. യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. സോ ദിസ് ഈസ് മൊമെന്റം. മൊമെന്റം കിട്ടിയാൽ പിന്നെ എളുപ്പമല്ലേ? എനർജി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു. എന്താണ്? E is equal to P into C. P എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടി 6.6 into 10 raised to minus 24 into 3 into 10 raised to 8. So this is equal to, നിങ്ങൾ ചെയ്ത് നോക്കുക, that is equal to 19.88 into 10 raised to minus 16 ജൂൾ എന്ന് വരും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, അതായത് റിലേറ്റിവിറ്റിയും അല്ലെങ്കിൽ കുറച്ച് റിലേറ്റിവിറ്റിയും ഡി ബ്രോഡി വേവ് ലെങ്തും കൂടെ ക്ലബ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഇക്വേഷൻ, ഞാൻ ഈ പറഞ്ഞ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഇത് നിങ്ങൾ 6th സെമസ്റ്ററിൽ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് റിലേറ്റിവിറ്റി എന്നൊരു പേപ്പർ പഠിക്കും. ഇനി അത് പഠിച്ചില്ലെങ്കിൽ പോലും ഇത് നമുക്ക് 5th സെമസ്റ്ററിൽ നമുക്കിത് ആവശ്യമാണ്. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിട്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഹലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻസ്, ഈ 3 ഇക്വേഷൻ നോട്ട് ചെയ്തു കേട്ടോ. ഇതും ഈ 3 ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദാറ്റ് ഈസ് കാൽക്കുലേറ്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഏതായിട്ട് റിലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് the wavelength of associated with the thermal electrons. Calculate the wavelength associated with the thermal electron. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്. പക്ഷെ അതിന്റെ പുറകിലുള്ള തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, തെർമൽ ഇലക്ട്രോൺസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ് ലെങ്ത് ആണ്. അപ്പൊ ഇവിടെ ഡി ബ്രോഡി വേവ് ലെങ്ത് തന്നെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യന് ചിലപ്പോൾ ഡി ബ്രോഡി വേവ് ലെങ്ത് ഉള്ള വേർഡ് യൂസ് ചെയ്യത്തില്ല.
പക്ഷേ പാർട്ടിക്കിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇലക്ട്രോണോ പ്രോട്ടോണോ ന്യൂട്രോണോ അങ്ങനെയൊക്കെയുള്ള പാർട്ടിക്കിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയണം അത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടത് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. ഇതാണ് ഇക്വേഷൻ. പക്ഷെ ഇതിനകത്ത് ഒന്നും തന്നിട്ടില്ല, മൊമെന്റം തന്നിട്ടില്ല. അപ്പൊ മൊമെന്റം തന്നാത്ത സ്ഥിതിക്ക് നമ്മൾ മൊമെന്റം കണ്ടുപിടിക്കണം. മൊമെന്റം കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾക്ക് അറിയണം കുറഞ്ഞ പക്ഷം വെലോസിറ്റി എങ്കിലും അറിഞ്ഞാലേ മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ എന്താണ്? എച്ച് ബൈ പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ ഇതിനകത്ത് എച്ച് നമുക്കറിയാം, എം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാസ് ഓഫ് ഇലക്ട്രോണും അറിയാം. പക്ഷെ വി അറിയാവോ? വി അറിയാമോ? ഇല്ല. അപ്പൊ തെർമൽ ഇലക്ട്രോൺസിന്റെ വി അറിയണം. അതിന് നിങ്ങൾ കൈനറ്റിക് എനർജി, കൈനറ്റിക് തിയറി എന്നൊക്കെ പറഞ്ഞ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പഠിക്കുന്നതാണ്. കൈനറ്റിക് തിയറി എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് കൈനറ്റിക് തിയറി എന്ന് വെച്ചാൽ കെമിസ്ട്രിയിലെ യൂണിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് +2 തോന്നുന്നു, +2 +1 ഒരു യൂണിറ്റ് ഉണ്ട്. സോ അവിടെ നിങ്ങൾ പഠിക്കുന്നതാണ്. തെർമൽ ന്യൂട്രോൺസിന്റെ കേസിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കറക്ഷൻ വേണം. തെർമൽ, ഞാൻ കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് അസോസിയേറ്റ് വിത്ത് തെർമൽ ഇലക്ട്രോൺസ് എന്നാണ് പറഞ്ഞത്. സോറി, ഇലക്ട്രോൺസ് അല്ല ന്യൂട്രോൺസ് ആട്ടോ, തിരുത്തിക്കൊള്ളുക. ഇലക്ട്രോൺസ് വെട്ടിയിട്ട് അത് ന്യൂട്രോൺസ് ആക്കിക്കോളൂ കേട്ടോ. തെർമൽ ന്യൂട്രോൺ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇലക്ട്രോൺസ് എന്ന് എഴുതിയെങ്കിൽ ഇലക്ട്രോണിന്റെ മാസം എടുക്കാൻ പാടുള്ളൂ എന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റിന് ശരിക്കും ന്യൂട്രോൺ ആണ്, മിസ്റ്റേക്ക് വന്നാണ്, തിരുത്തിക്കൊള്ളുക. തെർമൽ ഇലക്ട്രോൺ അല്ല, തെർമൽ ന്യൂട്രോൺ. അങ്ങനെയാണെങ്കിൽ തെർമൽ ന്യൂട്രോണിന്റെ കേസിൽ ഫോർ തെർമൽ ന്യൂട്രോൺ ഇത്ര അറിഞ്ഞാൽ മതി. ഫോർ തെർമൽ ന്യൂട്രോൺ half mv² എനർജിയാണ്. half mv² is equal to ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് kb into t. ഇത് പഠിക്കുന്നതാണ്, ഇക്വിപാർട്ടീഷൻ തിയറം എന്നൊക്കെ പറഞ്ഞ് കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ്. half mv² is equal to kbt. ഇതിൽ നിന്ന് v എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? v is equal to √2 kbt by m എന്ന് വരും. മനസ്സിലായോ? √2 kbt by ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്താൽ മതി. സോ ദിസ് is equal to √2 into ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് വാല്യൂ അറിയത്തില്ലെങ്കിൽ ഓർത്തിരിക്കണം, 1.38 into 10⁻⁻23 into ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ഇലക്ട്രോണിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ ന്യൂട്രോണിന്റെ ടെമ്പറേച്ചർ എപ്പോഴും എടുക്കേണ്ടത് നിങ്ങൾ ഓർത്തിരിക്കുക, റൂം ടെമ്പറേച്ചർ ആണ് എടുക്കേണ്ടത്. റൂം ടെമ്പറേച്ചർ സാധാരണ സ്റ്റാൻഡേർഡ് റൂം ടെമ്പറേച്ചർ നമ്മൾ 23 ഡിഗ്രി ആണ് ചൂസ് ചെയ്യുന്നത്. ഇത് 23 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കെൽവിൻ വരും? 23 അല്ല, 27 ആണ് എടുക്കേണ്ടത്. 27 ഡിഗ്രി ആണ് എടുക്കേണ്ടത്. സോ 27 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273 + 27 എത്ര വരും? 300 കെൽവിൻ വരും കേട്ടോ. സോ റൂം ടെമ്പറേച്ചർ ഈസ് ടേക്കൺ ആസ് 300 കെൽവിൻ. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നതാണത്. റൂം ടെമ്പറേച്ചർ നമ്മൾ 300 കെൽവിൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. So that is divided by mass of neutron. Mass of the neutron എത്രയാണ്? 1.67 into 10⁻⁻27. ഇപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? അതാണ് അതിന്റെ വെലോസിറ്റി. സോ വെലോസിറ്റി ഈസ് obtained as 22.26 into 10⁻12 meter/second. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എനി ഡൗട്ട്? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? half mv² എന്ന് പറഞ്ഞ kbt ആയിട്ട് അസ്യൂം ചെയ്തു. അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിച്ചു. kb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ തെർമൽ ന്യൂട്രോൺ ആയതുകൊണ്ട് റൂം ടെമ്പറേച്ചർ അസ്യൂം ചെയ്യണം. റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 300 കെൽവിൻ എന്ന് എഴുതും. ഇത്രയും ക്ലിയർ ആണോ? വെലോസിറ്റി കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ലാംഡ എന്ന് പറയുന്ന വാല്യൂ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ മാസ് ഇൻറ്റു വെലോസിറ്റി. എച്ചിന്റെ വാല്യൂ അറിയാം, മാസ് അറിയാം, വി അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഒബ്റ്റെയിൻ ദ വേവ് ലെങ്ത് ആസ് 1.78 ആംസ്ട്രോം എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ഫോർമുലാസ് എല്ലാം വെച്ചുകൊണ്ട് 1-2 പ്രോബ്ലംസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഇന്ന് നമ്മൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എനർജി ഇലക്ട്രോൺ വോൾട്ടിൽ ഇട്ടാലും ജൂളിൽ ഇട്ടാലും കുഴപ്പമില്ലല്ലോ സാറ്? അതായത് എനർജി ഇലക്ട്രോൺ വോൾട്ടിലോ ജൂളിലോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ
ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ടിലാണ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എനർജി തന്നിരിക്കുന്നത് കൺസിഡർ ചെയ്യുക. പക്ഷേ അതിനകത്ത് വേവ് ലെങ്ത് തന്നിരിക്കുന്നത് മീറ്ററിലോ അല്ലെങ്കിൽ ആംസ്ട്രോങ്ങിലോ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആംസ്ട്രോങ്ങിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI യൂണിറ്റ് സിസ്റ്റം അല്ല. അപ്പം ഇലക്ട്രോൺ വോൾട്ടിൽ നിന്ന് ജൂളിലോട്ട് മാറ്റേണ്ടി വരും. ഫൈനൽ ആൻസർ കിട്ടിയാൽ നിങ്ങൾ ജൂളിൽ എഴുതിയെന്ന് വിചാരിക്കുക. ഫൈനൽ ആൻസർ ജൂളിലാണ് എഴുതിയെങ്കിൽ അതിന് മാർക്കൊന്നും പോകില്ല, ജൂളിൽ തന്നെയാണ്. പിന്നെ അവർ ചോദിക്കുകയാണ് ഇവാലുവേറ്റ് എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് മാറ്റണം, ഇല്ലെങ്കിൽ ജൂളിൽ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് കേസ്. അപ്പൊ ഇന്നിപ്പോ ശരിക്കും നമുക്കറിയാം, നമുക്കിപ്പോ ഒരു ദിവസം കൊണ്ടൊന്നും എല്ലാ പ്രോബ്ലം ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് റിവിഷൻ ടൈപ്പ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുറച്ച് ഫിഫ്ത് സെമസ്റ്ററിന്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് പോയി എഴുതുക. അത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എന്താ പറയേണ്ടത്, ആ പ്രോബ്ലംസുമായിട്ട് കുറച്ചും കൂടെ ഫെമിലിയർ ആകാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണിത്. വളരെ കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ സ്ലൈഡ് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഇപ്പൊ സ്ലൈഡ് ആക്കി ഞാൻ പ്രോബ്ലംസ് ടൈപ്പ് ചെയ്ത് സ്ലൈഡ് ആയിട്ട് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടെ പ്രോബ്ലംസ് നമുക്ക് ചിലപ്പം ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും എഴുതി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന അത്ര അത് മനസ്സിലായില്ല. ഇതാകുമ്പോൾ ഓരോ സ്റ്റെപ്പ് നമുക്ക് എഴുതാൻ പറ്റും, ഇക്വേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് കുഴപ്പമില്ലാതെ ഒരു മെത്തേഡാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത് നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ ഇനി നമുക്ക് ഞാൻ അടുത്ത സെക്ഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പോസ്റ്റുലേറ്റ്സ് ഓഫ് വേവ് ഫംഗ്ഷൻ, അതുപോലെ എക്സ്പെക്ടേഷൻ വാല്യൂ, നോർമലൈസേഷൻ, അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ അടുത്ത സെക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത സെക്ഷൻ ഞാൻ അടുത്ത ചൊവ്വാഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. അടുത്ത ചൊവ്വാഴ്ചയാണ്. പക്ഷെ അടുത്ത മൺഡേ മുതൽ ക്ലാസ്, ഇപ്പം വെക്കേഷൻ കഴിഞ്ഞ് റെഗുലർ ക്ലാസ് മൺഡേ മുതലാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തുടങ്ങുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഈ ടൈം ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ഈവനിങ് ടൈം ഒക്കെ ആയിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ റെഗുലർ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആയിരിക്കും. ചിലപ്പോൾ നമുക്കൊരു ഈവനിങ് ആയിട്ട് 6:30 to 7:30 അല്ലെങ്കിൽ 6 to 7 അപ്പോഴെപ്പോഴെങ്കിലും നമുക്കത് അറേഞ്ച് ചെയ്യാം. അപ്പൊ അത് ഞാനത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്ന് ഇത്രയും കൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. ഗ്രൂപ്പിൽ അതിന്റെ ഒരു ഫോട്ടോ, ക്വസ്റ്റ്യന്റെ ഫോട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എന്തായാലും ഇന്നത്തെ സെക്ഷന്റെ ഒരു ഫീഡ്ബാക്ക് ഫോം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്താ ഫീഡ്ബാക്കിൽ 1-2 ക്വസ്റ്റ്യൻസ്, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ല, സെക്ഷൻ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങൾ ഇതിന് പ്രതീക്ഷിക്കുന്നത്, ഇത് എഫക്റ്റീവ് ആണോ എന്നുള്ള ഒരു ഗൂഗിൾ ഫോം, ഒരു ഫീഡ്ബാക്ക് ഫോം ഞാൻ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ അതൊന്ന് ഫില്ല് ചെയ്യുക. അപ്പൊ എനിക്ക് എന്താണ് മോഡിഫിക്കേഷൻ വരുത്തേണ്ടതെന്ന് അറിയാമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതനുസരിച്ച് മോഡിഫിക്കേഷൻ വരുത്താം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Okay, thank you. Thank you, sir. Thank you, sir.